ചേട്ടാ നിങ്ങൾ പേരാരെയും പറയുന്നില്ല, പേരാരെയും പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ പോലും നിങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പം ചേട്ടൻ്റെ മാനസികാവസ്ഥ ശരിക്കും ആ സമയത്ത് എന്തായിരുന്നു? ഇതിൽ ഈ ബൂമറാങ് എന്ന് പറഞ്ഞൊരു സംഭവം അറിയാമോ? ഞങ്ങൾ ഈ ഇടയ്ക്ക് ഓസ്ട്രേലിയയിൽ പോയിരുന്നു. ഞാനും സുനിലേട്ടനും ജയപ്രകാശ് കുളൂർ മാഷിൻ്റെ ടാർസൺ എന്ന് പറഞ്ഞൊരു നാടകമായിട്ട്. അപ്പോൾ അവരുടെ മെയിൻ ഒരു ഗെയിം പ്രോപ്പർട്ടിയാണ് ബൂമറാങ്. അറിയോ? അത് എറിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി അല്ല, നമ്മൾ സയൻസിൽ പഠിക്കുമല്ലോ ബൂമറാങ്. അതെ അതെ അതെ. അത് നമുക്ക് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ചെറുത് ലാബിലുണ്ട് ഈ സാധനം. അതിൻ്റെ നമ്മൾ എറിയുമ്പോഴത്തേക്ക് തിരിച്ചു വന്ന് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ എറിയുന്ന ആ വസ്തു തിരിച്ചു വന്ന് ചിലപ്പം കയ്യിൽ കറക്റ്റ് പിടിക്കാൻ വേണ്ടില്ലെങ്കിൽ തലയിൽ വന്നിടിക്കും. ഭയങ്കര പെയിനാണ്. അതുപോലൊരു അവസ്ഥയിൽ കൂടെയാണ് ഇത്തരം ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെയും വേറെ കുറേ പറയും, താൻ കുഴിച്ച കുഴി എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുറേ സംഭവങ്ങളിലൂടെ. അല്ല, പിന്നെ ഇതിലുള്ള ഒരു കാര്യം എന്താണെന്നറിയുമോ, ഞാൻ അതിനോട് ചേർത്ത് ഞാൻ പറയണതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഇങ്ങനത്തെ നിയമങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരു വട്ടം രക്ഷപ്പെടാൻ വേണ്ടി ഒരു കേസ് കൊടുക്കുന്നു, അത് കൊള്ളാം, മീഡിയകൾ ആഘോഷിക്കുന്നു. എനിക്ക് അത്യാവശ്യം നല്ല ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ സെന്റിമെന്റൽ അപ്രോച്ച് കിട്ടുന്നു, ധീരയായ വനിത എന്ന് പറയുന്നു, ഭയങ്കര വലിയ അമ്മ എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇത് കൊള്ളാല. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഡൗൺ ആയി എന്ന് തോന്നുന്ന സമയത്ത് എന്നാ അടുത്തത് അങ്ങ് എടുത്തിട്ടേക്കാം, അടുത്തതും എടുത്തിടുന്നു. പക്ഷെ അത് തെറ്റിപ്പോയി, എടുത്തിട്ട സ്ഥലം തെറ്റിപ്പോയി. വേറെ ആർക്കെതിരെ ഇട്ടാലും കുഴപ്പമില്ലായിരുന്നു. ശ്രീകുമാറിനെതിരെ ഇട്ടാൽ ശ്രീകുമാർ ഒറ്റയ്ക്കല്ല, കട്ടക്ക് നിൽക്കാൻ ഞാനുണ്ട് എന്നുള്ളത് അവർ ഓർത്തില്ല. അവിടെയാണ് അവർക്ക് തെറ്റ് പറ്റിപ്പോയത്. ഞാൻ പറയുന്ന വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അവർ വിചാരിച്ച കാര്യങ്ങൾ അവരെന്താണ് വിചാരിച്ചിട്ടുള്ളതെന്ന് കൃത്യമായി എനിക്കറിയാം. കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. എനിക്ക് അത്യാവശ്യം നല്ല സുഹൃത്തുക്കളുള്ള ഒരാളാണ്. ഒരാളോടും അങ്ങനെ ഒരു വഴക്കിനോ കാര്യത്തിനോ പോകുന്ന ആളല്ല. ഇപ്പം നിങ്ങളുടെ ചാനലായിരുന്നു നമ്മുടെ ജനറൽ ബോഡിയുടെ പാർട്ട്ണർ, അതായത് മാ അസോസിയേഷൻ. അവിടെ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ സംസാരിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അവിടെ. എല്ലാവരും കാര്യം ഞാൻ അങ്ങനെയാണ് ഇടപെടാറ്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയുള്ളവരാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവർ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് കുടുംബം തകർക്കുക, 2 ഫീൽഡ് ഔട്ട് ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ അങ്ങനെ ചെയ്യില്ലല്ലോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. പെട്ടെന്നല്ല, ഇതൊക്കെ ഇല്ല ഞാൻ പറയുന്നതേ. ഇപ്പം നമ്മൾ പറയും, പലർക്കും പല രീതിയിലുള്ള ഫ്രസ്ട്രേഷനുകളായിരിക്കും. ഇതിപ്പം ഞാൻ ഒരു കേസിലല്ല ഞാൻ പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാം ആഘോഷിക്കുന്ന ആളാണ്. ഇത് കണ്ടിട്ട് എന്നെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. വേറെ പണിയൊന്നുമില്ല ഈ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കാൻ. എന്തുകൊണ്ടാണ് അവർ പറയണത്? അവർക്കത് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് പറ്റുന്നില്ല. അപ്പം എന്നെ കുറ്റം പറയാണ്, എന്തിനവൾ ആഘോഷിക്കുന്നു. ഞാൻ യാത്ര പോകാൻ ഇഷ്ടപ്പെട്ട ആളാണ്, ഞങ്ങൾ ഒരുപാട് യാത്രകൾ പോകുന്നവരാണ്. അവൾക്ക് എപ്പോഴും ഈ യാത്ര പോക്ക് തന്നെയാണോ പണി? എന്ത് കാര്യം? അവർ പോകുന്നില്ല, അവർക്ക് പോകാനും പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പം അവർക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ ഒരു പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ കാണുമ്പോൾ ഒരു ഇതെങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണമല്ലോ എന്ന് തോന്നാം, സ്വാഭാവികം. പക്ഷെ അതിന് തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ തല തന്നെ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ അതിൽ കാര്യം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.